ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ജാർ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ജാർ കേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ നേരം എടുക്കുന്നില്ല, നമുക്ക് വേഗത്തിന് പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫ്ലോർ മിക്സ് ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായി അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഫ്ലോർ മിക്സ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 2 കോഴിമുട്ട ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ബീറ്റാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ബീറ്റ് ചെയ്യരുത്. ഞാൻ ഈ ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ എഗ്ഗ് ബീറ്റ് ചെയ്തൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ അരിച്ചെടുത്തിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മാനറിൽ ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ബാറ്റർ മുഴുവനും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ തടവി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപൊന്നും ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തതെന്നുള്ളത് കാണിച്ചിട്ടില്ലായിരുന്നു. ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചത് നിങ്ങൾ എന്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു പാത്രം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്തൊരു റൗണ്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ അവിടെ 35 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു 3 ലെയേഴ്സാക്കി കട്ട് ചെയ്ത് ഒരു ലെയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ജാറ് 350 മില്ലിൻ്റെ ജാറാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ജാറിൻ്റെ വായ്ഭാഗം കൊണ്ടിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേമാതിരി തന്നെ കട്ട് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇതാ ഒരു 6 കേക്ക് പീസ് കിട്ടിയിട്ടുണ്ട്. 6 എണ്ണം മതി. ഞാനിവിടെ 2 ജാർ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ജാർ കേക്കല്ല ഉണ്ടാക്കുന്നത്. ഇനി അതൊന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് ഷുഗറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഇത് ഞാൻ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്ക് ജാർ കേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ജാറൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെയർ ആദ്യം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാൻ സാധാരണ ഷുഗർ സിറപ്പിന് പകരമായിട്ട് പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുക്കാറാണ്. അതുപോലെ തന്നെ ഇതിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം.
അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാരമൽ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരമൽ സോസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അതിൻ്റെ മുകളിൽ പ്രലൈനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും സെയിം വീഡിയോയിൽ തന്നെ ഇത് രണ്ടും ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ടേസ്റ്റിന് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറും നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷനും വേണ്ടിയിട്ട് കുറച്ച് പ്രലൈനും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജാർ കേക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ 2 ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ കാണാൻ. അതുമാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നല്ലൊരു മിക്സാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ജാർ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.